ഫിൽറ്റർ ചെയ്യാത്ത വെള്ളം ഇതാണ്. എടുത്തോളി, ഇത് എടുത്തോളി. കുറച്ച് കുറച്ച് നേരെ വേറെ കുറച്ച് അത് ഒഴിവാക്കുക. കാരണം ഈ വല്ല എന്തെങ്കിലും വേസ്റ്റ് ഈ ഫിൽറ്റർ ചെയ്യാത്ത വെള്ളം ഒരു കളറുണ്ട്. ഈ ഫിൽറ്റർ ചെയ്ത് എടുത്തോളി. ഇതാണ് ഹംസാക്ക. രണ്ടും വ്യത്യാസം ഉണ്ടോ? ഉണ്ട്, നല്ല വ്യത്യാസമുണ്ട്. അതാണ്. ഈ നിങ്ങള് ഇതൊന്ന് രുചിച്ച് നോക്കൂ. ഇത് കോയൽക്കടന്റെ പിന്നെ ചോയ ഉണ്ടാവും. അതൊന്ന് കുറച്ച് കുടിച്ച് തുപ്പിക്കോളി. ഒരു ചോയ ഉണ്ടോ? കുറച്ച് മൺചോയുണ്ട്. ഇത് നോക്കാണ്. ഇത് ചോയ ഉണ്ടോ? ഇല്ല, ചോയും വ്യത്യാസമുണ്ട്. ഇത് ചോയില്ല, ഇത് ചോയുണ്ട്, മൺചോയുണ്ട്. ആണെങ്കിൽ അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ വിളിക്ക്. എന്റെ കെയർ ഓഫിൽ അവർ വന്ന് പഠിച്ച് സാമ്പത്തിക പ്രയാസമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും 3 കുടുംബത്തിന് 3 കുടുംബം തന്നെ 10 ആളും 5 ആളും ഉപയോഗിക്കണം. 3 എണ്ണത്തിന് അംസാക്കാക്ക് വേണ്ടിട്ട്. അപ്പൊ ആദ്യം വരുന്ന 3 പേർക്ക് ഫ്രീ അംസാക്കാക്ക് വേണ്ടിട്ട് 138 TDS ടോട്ടൽ ഡിസോൾവ് 138. കുടിക്കണ വെള്ളത്തിന്റെ TDS 50-ന്റെയും 150-ന്റെയും ഇടക്കാണ് നല്ല അനുയോജ്യം. 500 TDS വരെ നമുക്ക് കുടിക്കാം ഇന്റർനാഷണൽ ലെവലിൽ. TDS 150 ഇപ്പൊ 137. കോയൽ കിണറല്ലേ? കോയൽ കിണർ. പിന്നെ അതിന്റെ pH കൂടി ഒന്ന് നോക്കാം. ജസ്റ്റ് എന്താ പറയുക, ഇതിൽ എന്തൊക്കെ ഉണ്ട് ശരിക്ക് കറക്റ്റ് ആയിട്ടാണ് അറിയണമെങ്കിലേ. pH മറ്റേ മീറ്റർ ഇല്ലേ? ഉണ്ട്. ആ pH-ന്റെ ഞാൻ അതിന്റെ മാനുവലായിട്ട് ചെയ്യണം. അതിനാണ് ജനങ്ങൾക്ക് അത് അങ്ങോട്ട് ബോധ്യപ്പെടുക. ആൽക്കലൈന് വെള്ളമാണ്. pH ഉണ്ടല്ലോ, pH ഓക്കെയാണ്. TDS കൂടുതലാണ്. TDS 8 ഉണ്ട്. അത് ആൽക്കലൈന് വെള്ളമാണ്. വിജയിച്ച സാധനങ്ങളെ കോപ്പി എടുക്കുള്ളൂ. അപ്പൊ വിജയിക്കാത്ത ഒരു സാധനം അവര് വിജയിച്ചോണ്ട് എല്ലാവരും കോപ്പി എടുത്തോട്ടെ. സങ്കടം എന്താണ് അറിയോ? ഇതിന്റെ ഡൂപ്ലി ഇറങ്ങിയിട്ട് കുഴങ്ങിയിരിക്കണം. ഞാനാണ് അതിന്റെ MD. ഡൂപ്ലി അല്ല, കോപ്പിയാണ്. കോപ്പി ഇറങ്ങിയിട്ട് ഇപ്പൊ സത്യത്തിൽ തളർന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് നടക്കണത്. വേറെ ഒന്നും. നല്ല വെയിറ്റ് ആണത്. നല്ല വെയിറ്റ് ആണേ. എത്ര കിലോ ഉണ്ടാവും? അതിപ്പോ വെള്ളം നിറക്കണീന് ഒരു 200 കിലോ ഉണ്ട്. ഇപ്പൊ ഒരു 165 കിലോ 170 കിലോ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് വെള്ളം നിറച്ച് വർക്കിങ്ങിൽ 200 കിലോ ഉണ്ടാവും. പ്രധാനമായിട്ടും വെള്ളത്തിന്റെ പ്രാഥമിക ടെസ്റ്റ് പറഞ്ഞാൽ pH-ഉം TDS-ഉം. പിന്നെ അതിന്റെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ലാബ് കൊടുത്തിട്ട് ഇരുമ്പിന്റെ കുറവും ഒക്കെ കൂടുതലൊക്കെ ഉണ്ട്. നമ്മൾ 0.3 വരെ കുടിക്കാൻ അനുയോജ്യമായ വെള്ളമാണ്. അതിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളത് അയൺ റിമൂവർ വെച്ചിട്ട് ഒഴിവാക്കും. സാധാരണ കുഴൽക്കിണറിന്റെ വെള്ളത്തിൽ ഇരുമ്പും കറിയും ചളിയും ഉണ്ടാകുക. അതൊക്കെ നമ്മൾ ഈ നാച്ചുറൽ ഫിൽറ്റർ വെച്ചാൽ അതൊക്കെ പോകും. പിന്നെ കട്ടിപ്പാണ്, കട്ടിപ്പിന് പോകില്ല. ഇരുമ്പ്, കറ, ചളി, മണം അതൊക്കെ ആണ്. ടെസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഇരുമ്പ് കൂടുതലാണ് സക. അപ്പോൾ കുറച്ച് അയൺ റിമൂവർ കുറച്ച് കൂടുതൽ 10 കുറച്ച്